പുതിയ അപ്പസ്തോലിക ഭരണഘടന നടപ്പാവുകയും അതനുസരിച്ച് റോമൻ കൂരിയ പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ സംവിധാനങ്ങളിലും അവയുടെ പ്രവർത്തന ശൈലിയിലും ഫ്രാൻസിസ് പ്രഭാവം പ്രകടമായി നിറഞ്ഞു നിൽക്കുമെന്ന് ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ക്രക്സ് വാർത്താ ഏജൻസിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ വിവിധ വിഷയങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേക ഉപദേശക സമിതി അംഗം കൂടിയാണ് അദ്ദേഹം. കൂരിയ പരിഷ്കരണമാണ് കർദിനാൾമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയമിച്ച 9-അംഗ ഉപദേശ സംഘത്തിന് ഫ്രാൻസിസ് പാപ്പ ഏൽപ്പിച്ചു കൊടുത്ത മുഖ്യ ദൗത്യം. കത്തോലിക്ക സഭയുടെ കേന്ദ്രഭരണ സംവിധാനമാണ് റോമൻ കൂരിയ. കൂരിയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 3-4 ദിവസങ്ങൾ നീണ്ട 30ഓളം യോഗങ്ങളിലൂടെയാണ് 9-അംഗ കർദിനാൾ സംഘം നിലവിലുള്ള അപ്പസ്തോലിക ഭരണഘടനയുടെ പുതുക്കൽ പൂർത്തിയാക്കിയത്. ഉള്ളടക്കത്തെയും ഉദ്ദേശത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് കരട് ഭരണഘടനയുടെ തലക്കെട്ടെന്ന് കർദിനാൾ ഗ്രേഷ്യസ് വിശദീകരിച്ചു. പ്രതിക്കാത്ത എവങ്കേലിയം എന്ന ആ തലക്കെട്ടിന്റെ അർത്ഥം സുവിശേഷം പ്രഘോഷിക്കുക എന്നാണ്. ലോകമെമ്പാടുമുള്ള ബിഷപ്സ് കോൺഫറൻസുകളും പൗരസ്ത്യ സഭാ സിനഡുകളും കരട് ഭരണഘടന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷം സെപ്റ്റംബറോടെ അത് പ്രാബല്യത്തിലാക്കും. ഏതായാലും ഡിസംബർ വിട്ടു പോകില്ലെന്ന് കർദിനാൾ തറപ്പിച്ചു പറഞ്ഞു. പ്രഘോഷണത്തിന് പരമപ്രാധാന്യം നൽകുന്നുവെന്നതും മെത്രാൻ സമിതികൾക്ക് നിർണായക പ്രാമുഖ്യം ലഭിക്കുന്നുവെന്നതുമാണ് നിർദ്ദിഷ്ട അപ്പസ്തോലിക ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. ഇതുമായി ബന്ധപ്പെട്ട് കാനോൻ നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടതായും വന്നേക്കാം. ഫ്രാൻസിസ് പാപ്പ ഇന്ത്യ സന്ദർശിക്കുമോ എന്ന ചോദ്യത്തിന് അതേപ്പറ്റി പ്രതീക്ഷയുണ്ട് എന്നായിരുന്നു കർദിനാൾ ഗ്രേഷ്യസിന്റെ മറുപടി. പരിശുദ്ധ പിതാവിന് ഇന്ത്യയിൽ വരാൻ താൽപര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ പേപ്പൽ സന്ദർശനത്തിന്റെ സാധ്യതയെപ്പറ്റി ചർച്ചകൾ പുനരാരംഭിക്കേണ്ടതുണ്ട്. BJP വീണ്ടും അധികാരത്തിലേറിയതിൽ ഭയാശങ്കകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് രാജ്യത്ത് പ്രതിപക്ഷം ഇല്ലാതായി എന്നതിലാണ് തനിക്ക് കൂടുതൽ ആശങ്കയെന്ന് കർദിനാൾ പറഞ്ഞു. ഇത് ക്രൈസ്തവരുടെ കൂടി ഗവൺമെന്റാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാണ്ടമാൽ രക്തസാക്ഷികളുടെ നാമകരണ നടപടികൾ ഉചിതവും യുക്തവുമായ സമയത്തെ ഔപചാരികമായി ആരംഭിക്കാവൂ എന്നാണ് ഇന്ത്യയിലും റോമിലുമുള്ള ചിന്തയെന്ന് കർദിനാൾ വെളിപ്പെടുത്തി. പക്ഷേ ഇന്ത്യയിൽ പൂർത്തിയാക്കേണ്ട മുന്നൊരുക്കങ്ങളിൽ അമാന്തം പാടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.